ഉള്ളത് മുഹമ്മദ് എന്ന് എഴുതുന്ന ഒരു ലിപിയിലാണ്. അത് ഒരു രാജ്യത്ത് പണ്ടുണ്ടായിരുന്ന ഒരു ലിപി. ഇന്നും നമ്മൾ മുഹമ്മദ് എന്ന് എഴുതുമ്പോൾ ആ ആദ്യത്തെ മീമ് തലയും ഹാ എന്ന് പറയുന്നത് രണ്ട് കൈയും, രണ്ടാമത്തെ മീമ് വയറും, നാലാമത്തെ ദാല് രണ്ട് കാലും, ഇങ്ങനെ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ മുഹമ്മദ് എന്ന് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ കോലം പറിക്കാതെ, അവനെ പന്നിയോ പട്ടിയോ കുരങ്ങനോ മറ്റോ ആയി മറിക്കപ്പെടാതെ മനുഷ്യന്റെ രൂപത്തിൽ മുഹമ്മദ് എന്ന് എഴുതപ്പെടുന്ന മനുഷ്യന്റെ രൂപത്തിൽ ഒരു മനുഷ്യനെയും അല്ലാഹു നരകത്തിൽ കടത്തുകയില്ല. ഇനി നരകത്തിൽ കടത്തപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് എപ്പോഴെങ്കിലും വേദനക്കടയിൽ ഒന്ന് വിളിച്ചു പോയാൽ അത് മുതൽ ആ മനുഷ്യന് നരകത്തിൽ പിന്നെ നിക്കക്കള്ളിയില്ല, അവന് നിലനിൽപ്പില്ല. അവനെ പൊക്കി മലായികത്ത് പുറത്തിടുകയാണ്. മുഹമ്മദ് എന്ന് ഉച്ചരിച്ചവൻ ഈ നരകത്തിന്റെ തീച്ചൂട് കൊള്ളാൻ പറ്റില്ല. ഇത്രയാണ് അല്ലാഹു അവിടത്തേക്ക് ആദരവ് കൊടുത്തത്. അവിടത്തെ ശരീരത്തിന് നേരില്ല എന്ന് പറഞ്ഞ് മഹാന്മാരതിന് കാരണം പറഞ്ഞത് എന്താണ്? ആ നേര് ഈ മണ്ണിലുണ്ടായാൽ അത് ചിലപ്പോൾ മലിനമായ സ്ഥലത്ത് നേര് കണ്ടുപോകും. അല്ലാഹു അത് പൊരുത്തപ്പെടുന്നില്ല. കൂടെയുള്ള ആരോടെങ്കിലും അവിടത്തെ ആ പരിശുദ്ധമായ നേര് ചവിട്ടിപ്പോകും. പടച്ചറപ്പത് പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് അവിടത്തേക്ക് അല്ലാഹു നേര് പടച്ചില്ല. സൂര്യന്റെ വെളിച്ചത്തിൽ അവിടെ നിന്ന് നിൽക്കുമ്പോൾ സൂര്യനെക്കാളും പ്രകാശം അവിടത്തേക്ക് അല്ലാഹു കൊടുക്കുന്നു. അതുകൊണ്ട് നേര് കാണുന്നില്ല. പക്ഷേ പ്രകാശം എന്ന് പറയുമ്പോ, നൂറ് എന്ന് പറയുമ്പോ അതിന് പല ഹുക്കുമുകളുമുണ്ട്, അതിന് പല കോലങ്ങളുമുണ്ട്. അതൊക്കെ വളരെ വിശദമായി തന്നെ പറയപ്പെടേണ്ട വലിയ സംഭവമാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരാ നീളമുള്ള മുത്തുനബി ഒത്ത നീളമുള്ളയാളാണ്. എന്നാൽ അവരെക്കാളും നീളമുള്ള ഒരാളുടെ കൂടെയാകുമ്പോ ആ സദസ്സിൽ അയാൾ വിട്ടുപിരിയുന്നത് വരെ അവരെക്കാളും നീളം അല്ലാഹുവിന്റെ ഹബീബിനിക്ക് കാണാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേർക്കിടയിൽ നടക്കുമ്പോ ആ രണ്ടുപേര് മുത്തുനബിയെക്കാളും ഉയരമുള്ളവരാണെങ്കിൽ അവര് വിട്ടുപിരിയുന്നത് വരെ അവിടത്തെ ഉയരം അവരെക്കാളും ഉയർന്നതായി കാണാം. ഏതെങ്കിലും ഒരു മജ്‌ലിസിൽ അവിടെ ഇരുന്നാൽ മജ്‌ലിസിൽ ആരെങ്കിലും അവിടത്തെക്കാളും തല ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവര് മജ്‌ലിസിൽ നിന്ന് വിട്ടുപിരിയുന്നത് വരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് മജ്‌ലിസിൽ നിന്ന് പോകുന്നത് വരെ അവരുടെ തലയ്ക്കു മീതെ അവിടത്തെ തലയെ അല്ലാഹു ഉയർത്തുന്നതാ. ഇങ്ങനെ അല്ലാഹു ആദരിച്ച് ബഹുമാനിച്ച അശറഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിന് വേണ്ടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തെങ്കിലും വികാരത്തിന് അടിമപ്പെടുമെന്ന് തോന്നുമ്പോൾ മുത്തുനബിക്ക് പൊരുത്തം ഇതല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പൊരുത്തത്തിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് ഒരു നീട്ടി വിളിച്ച് നിങ്ങളെ രസിപ്പിക്കാനുള്ള ഒരു പ്രസംഗം നടത്തണം എന്നും വിചാരിച്ച് ഞാൻ വന്നിട്ടില്ല. എനിക്ക് അവിടുത്തെ കുറേ മദ്ഹുകൾ പറയണം. അത് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ രസമില്ലെങ്കിൽ കേൾക്കാൻ രസമുള്ള മലക്കുകൾ ധാരാളം ഉണ്ടാകും, ഒരുപാട് ജിന്നുകളും ഉണ്ടാകും. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹുവിനെ ദീനിലേക്ക് ക്ഷണിച്ചത് ഒരു ജിന്നായിരുന്നു. അവിടെ നിന്ന് മുത്തുനബിയുടെ മുന്നിൽ വന്ന് പാടിയ ഒരു മൗലിദ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരവസരം കിട്ടുന്ന സമയത്ത് അതൊക്കെ ആവർത്തിക്കാം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അശറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു 10 സ്വലാത്ത് എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി. ഇരിയ 10 സ്വലാത്ത് വേണ്ട, ഒന്ന് ചൊല്ലിയാൽ മതി. ഗ്രഹണസ്കാരം 10 റക്അത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.